2002 ഗുജറാത്ത് കലാപത്തിന്റെ പ്രതീകമായിരുന്ന അശോക് മോച്ചിയെ ആരും മറക്കാനിടയില്ല. ഗുജറാത്തിലെ വംശഹത്യക്കിടയിൽ ഊരിപ്പിടിച്ച വാളുമായി കൊലവിളി നടത്തുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകൻ അശോക് മോച്ചിയുടെ ആ ചിത്രം ആരും മറക്കില്ല എന്ന് പറയാം. അതേപോലെ കൊലക്കത്തിക്ക് മുന്നിൽ തന്റെ ജീവന് വേണ്ടി രണ്ട് കൈയും കൂപ്പി കരയുന്ന കുത്തബുദ്ദീൻ അൻസാരിയുടെ ഒരു ചിത്രവും എന്നെന്നും ഇന്ത്യക്കാർ ഓർമ്മിക്കും. എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ പഴയതുപോലെയല്ല. അശോക് മോച്ചി പറയുന്നത്, അന്ന് രാമഭക്തർക്ക് വേണ്ടി ഞാൻ പ്രകടിപ്പിച്ച രോഷത്തിന് ശേഷം ഹിന്ദുത്വത്തിന്റെ സ്വയം പ്രഖ്യാപിത കാവൽക്കാർ ആരും എന്നെ സഹായിച്ചില്ല. ഞാൻ ഇന്നും ഫുട്പാത്തിൽ പണിയെടുത്താണ് ജീവിക്കുന്നത്. ഉറങ്ങുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. എനിക്ക് താമസിക്കാൻ ഒരു വീടില്ല. അന്ന് ഞാൻ എന്നെ ഒരു ഹിന്ദുവായി കരുതിയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എന്നെ ഒരു ഹിന്ദുവായി കാണുന്നേയില്ല. അശോക് മോച്ചി പറഞ്ഞതിന്റെ അർത്ഥം സവർണരെ മാത്രമേ സംഘികൾ സംരക്ഷിക്കാറുള്ളൂ എന്നാണ്. അല്ലാത്തവനെ ആക്രമണത്തിനും ഗുണ്ടായസിനും കലാപത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. ആ സമയത്ത് അവർ ഹിന്ദു ആയിരിക്കും. അത് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാറില്ല. അന്നത്തെ കലാപം നടന്ന് വർഷങ്ങൾക്ക് ശേഷം വേട്ടക്കാരനായും ഇരയായും പ്രത്യക്ഷപ്പെട്ട് രാജ്യത്തെ നടുക്കിയ രണ്ടുപേർ ഐക്യത്തിന്റെ പ്രതീകമായ ഒരു ചടങ്ങിൽ ഒത്തുചേർന്നിരുന്നു. ആ കലാപത്തിൽ ആക്രമണം നടത്തിയ അശോക് മോച്ചിയും ജീവന് വേണ്ടി യാചിച്ച കുത്തബുദ്ദീൻ അൻസാരിയും മോച്ചി തുടങ്ങിയ ഏകത എന്ന ചെരുപ്പുകടയുടെ ഉദ്ഘാടന വേളയിലാണ് ഒത്തുകൂടിയത്. വർഷങ്ങൾക്ക് ശേഷം കലാപത്തെയും വംശീയ ഹത്യകളെയും തള്ളിപ്പറഞ്ഞ് അശോക് മോച്ചി മതസൗഹാർദ്ദത്തിനായി രംഗത്ത് വന്നിരുന്നു. മോച്ചി ആരംഭിച്ച ആ ചെരുപ്പുകട ഉദ്ഘാടനം ചെയ്തത് അൻസാരിയാണ്. ഇരുവരെയും പുതിയ പാതയിലേക്ക് കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് നഗരത്തിലെ സാമൂഹിക പ്രവർത്തകനായ കലീം സിദ്ദിഖിയാണ്. മോച്ചിക്ക് ചെരുപ്പുകട തുടങ്ങാൻ സഹായം ചെയ്തത് CPM ആണെന്നും സിദ്ദിഖി പറഞ്ഞിരുന്നു. മനുഷ്യരെന്ന നിലയിൽ നമ്മളെല്ലാം ഒന്നാണെന്നും ഇതര മതങ്ങളെ ബഹുമാനിക്കുന്നവരാണെന്നും ലോകത്തെ ഞങ്ങൾക്ക് അറിയിക്കണം. കലാപങ്ങളുടെ നാടായിരുന്ന അഹമ്മദാബാദ് ഇനി ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ നാടാകണം. ഞങ്ങൾക്കിനി ഹിംസ വേണ്ട എന്നാണ് അന്ന് മോച്ചി പറഞ്ഞത്. പിന്നീട് വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജന് വേണ്ടി മോച്ചിയും കുത്തബുദ്ദീൻ അൻസാരിയും പ്രചരണത്തിന് വന്നിരുന്നു. വിഷുദിനത്തിന് ഇരുവരും കാണാൻ എത്തിയതായും വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് ഇവരുടെ തീരുമാനമെന്നും ജയരാജൻ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു. ജയരാജന്റെ ആ പഴയ ഫേസ്ബുക്ക് കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഓടി വന്നതാണ് പ്രിയപ്പെട്ട കുത്തബുദ്ദീൻ അൻസാരിയും അശോക് മോച്ചി. ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വാളുയർത്തിപ്പിടിച്ച മോച്ചിയുടെയും കൈകൂപ്പി നിന്ന അൻസാരിയുടെയും ചിത്രങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെയെല്ലാം മനസ്സിൽ പതിഞ്ഞതാണ്. ദളിതനായ തന്നെ വംശഹത്യയുടെ ഭാഗമാക്കിയതുൾപ്പെടെ എല്ലാം പിന്നീട് അശോക് മോച്ചി പരസ്യമായി ഏറ്റുപറഞ്ഞിരുന്നു. കലാപത്തിന്റെ ഇരയായ കുത്തബുദ്ദീൻ അൻസാരിയെ പിന്നീട് സംരക്ഷിച്ചത് CPM ആയിരുന്നു. ഇരുവരുമായും എനിക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ഗുജറാത്ത് കലാപത്തിന് 12 വർഷം പൂർത്തിയായ അവസരത്തിൽ 2014 വംശഹത്യ വ്യാഴവട്ടം എന്ന പേരിൽ കണ്ണൂർ തളിപ്പറമ്പിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. അന്ന് രണ്ടുപേരെയും ഒന്നിച്ചൊരു വേദിയിൽ കൊണ്ടുവന്നത് രാജ്യമാകെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. വിശേഷ ദിവസങ്ങളിൽ ഇരുവരും ഇങ്ങോട്ടും ഞാൻ തിരിച്ചും വിളിക്കാറുണ്ട്. ഇതാണ് ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പോൾ അശോക് മോച്ചിയുമായി പലരും അഭിമുഖം നടത്തുന്നുണ്ട്. അയാൾ തനിക്ക് പണ്ട് പറ്റിയ ആ വലിയ തെറ്റ് തുറന്നു പറയുന്നുമുണ്ട്. വർഗീയ കലാപം നടത്തി നേട്ടമുണ്ടാക്കിയവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ലോകമെങ്ങും ആ കലാപത്തിന്റെ നേർചിത്രമായി പ്രചരിച്ചത് വാളുമായി അട്ടഹസിക്കുന്ന അശോക് മോച്ചിയുടെ ചിത്രമായിരുന്നു. ആ ചിത്രം തന്നെയാണ് അയാൾക്ക് ഈ ജീവിതകാലം മുഴുവൻ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും.